കെഎസ്ഇബി ഓഫീസിൽ കയറി യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ആക്രമണം. ബില്ലടയ്ക്കാത്തതിൽ വൈദ്യുതി വിച്ഛേദിച്ചതിനെ തുടർന്നാണ് തിരുവമ്പാടി സ്വദേശിയും യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹിയുമായ അജ്മൽ യൂസി കെഎസ്ഇബി ഓഫീസ് തകർത്തത്. ആക്രമണത്തെ തുടർന്ന് ഓഫീസിന്റെ പ്രവർത്തനം നിലയ്ക്കുകയും ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. രാവിലെ 10:30 കൂടിയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മൽ യൂസി തിരുവമ്പാടി കെഎസ്ഇബി ഓഫീസിൽ അക്രമം നടത്തിയത്. അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി ബിൽ കുടിശ്ശികയായതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനെത്തിയ ലൈൻമാൻ പ്രശാന്തിനെ അജ്മലും സുഹൃത്തും മർദ്ദിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് കേസ് കൊടുത്തതിൽ പ്രതികാര നടപടിയെന്നോണമാണ് അജ്മൽ സംഘം ചേർന്നെത്തി ഓഫീസിൽ അക്രമം അഴിച്ചുവിട്ടത്. ജീവനക്കാരുടെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അജ്മലിനെ ബലമായി പിടിച്ചുവെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. യാതൊരു പ്രകോപനം കൂടാതെ പുറത്തുനിന്ന് ഇയാള് മുന്നേ കരുതി വെച്ചിരുന്ന ഈ അഴുക്ക് വേസ്റ്റ് വെള്ളത്തിൽ പച്ചക്കറികളും മറ്റു പഴകിയ കറികളും എല്ലാം കൂടെ കൊണ്ടുവന്ന് അസിസ്റ്റന്റായ എൻ്റെ തലയിൽ കുഴി ഒഴിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഓഫീസിലെ ജീവനക്കാരെ എല്ലാം ആക്രമിക്കുകയും ഇദ്ദേഹത്തിനേക്കാളും കൂടുതൽ അക്രമകാരി ഇദ്ദേഹത്തിന് കൂടെ ഒരു ചെക്കനുണ്ട്. രണ്ടുപേരും കൂടിയാണ് മുഴുവൻ ആക്രമിക്കുകയും ഓഫീസിലെ സകല ഫയലുകളും നശിപ്പിക്കുകയും. അക്രമത്തിൽ ഓഫീസിലെ ഉപകരണങ്ങൾക്കടക്കം വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. പരിക്കേറ്റ തിരുവമ്പാടി AE പ്രശാന്തിനെ മുക്കം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പ്രതി നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. സംഭവത്തിൽ പ്രതിഷേധവുമായി DYFIയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇടതുവിരുദ്ധത മൂത്ത് സർക്കാർ ജീവനക്കാരെ ആക്രമിക്കുക എന്ന അജണ്ടയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാറിയോ എന്നും DYFI ചോദിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.